ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുവിശേഷത്തിന്റെ മഹത്വം എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന പൗലോസ് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് താൻ ലജ്ജിക്കുന്നില്ല എന്നതിന്റെ വിശദീകരണമാണ് പൗലോസ് അതായത് അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അതിനു മുമ്പ് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ വിശദീകരണമാണ് പ്രധാനമായിട്ടും നൽകുന്നത്. പൗലോസിന്റെ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടുസഹോദരന്മാർ തന്നെ വിട്ടുപോയി എന്നുള്ള വിഷയം പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുന്നു. എഫെസോസിൽ ആസ്യക്കാരെല്ലാവരും അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന ചില വ്യക്തികൾ, ഫുഗലോസും ഹെർമഗനോസും എന്ന 2 വ്യക്തികളെ കുറിച്ച് എടുത്തു പറയുന്നു. പൗലോസായിട്ട് വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന 2 വ്യക്തികളാണ് അവരും വിട്ടുപോയി. അത് തന്റെ ഹൃദയത്തിൽ ആ വിഷയത്തിലുള്ള വേദന പൗലോസ് അവിടെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. ആ വിഷയം അവിടെ ഉണ്ടാകുന്ന ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പൗലോസ് തിമോഥെയോസിനെ ആ വിഷയം ഓർപ്പിച്ചു വന്നിട്ട് പൗലോസിനെ തേടി വന്ന ഒനേസിഫോറസിനെ കുറിച്ചും പറയുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ സുവിശേഷൻ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനെ 3 നിലകളിൽ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ അധ്യായത്തെ മൊത്തം ചിന്തിക്കുമ്പോൾ ഒരു നല്ല ശുശ്രൂഷകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കതിനെ രത്ന ചുരുക്കമായിട്ട് പറയാം. പല നിലകളിൽ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഒരു നല്ല കർത്തൃദാസന്റെ അല്ലെങ്കിൽ ഒരു സഭാ ശുശ്രൂഷകന്റെ പ്രത്യേകതകൾ എന്താണ്, നല്ലതായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അതിന്റെ ഒന്നും 2 വാക്യങ്ങളിൽ നമ്മൾ പ്രാരംഭമായിട്ട് വായിക്കുമ്പോൾ, എൻ്റെ മകനെ തിമോഥെയോസേ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അപ്പൊ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതി വരുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ്, അതായത് കൽപ്പനകൾ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൂടെ ആവർത്തിച്ച് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 1-ാം അധ്യായത്തിൽ സുവിശേഷത്തിന്റെ മഹത്വം തിമോഥെയോസിന് പൗലോസ് വ്യക്തമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിമോഥെയോസിനെ വ്യക്തിപരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് പൗലോസ് ഇവിടെ ചെയ്തു വരുന്നത്. അവിടെ നമ്മൾ ഇത് കൃപയിൽ ശക്തിപ്പെടുക, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. തിമോഥെയോസിനെ വളരെ സ്നേഹത്തോടെ ആ പിതൃവാത്സല്യത്തോടെ നിന്നുകൊണ്ട് പൗലോസ് സംബോധന ചെയ്യുന്നത് കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ശക്തിപ്പെടുക എന്നുള്ള വാക്ക് നമ്മൾ ഏകദേശം 25 പ്രാവശ്യം ഈ 2 ലേഖനങ്ങളിൽ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മീക ശുശ്രൂഷ രംഗത്ത് ശക്തിയുടെ ആവശ്യം പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. വളരെ കൃപ ആവശ്യമാണ്. ഈ കൃപയും ശക്തി ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയും. ശക്തി മാനുഷികമായ നിലയിൽ നമുക്കുണ്ടാകാം. അപ്പൊ ഈ ശക്തിയുടെ പല വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന വിഷയം ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പൊ കൃപയിൽ ശക്തിപ്പെടുന്ന ഒരു ശുശ്രൂഷകനാണ് സഭാ ശുശ്രൂഷയിൽ ശക്തിയോടെ, ആർജവത്തോടെ, ഊർജത്തോടെ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ പൗലോസിന് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വരുമ്പോൾ പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒന്നാണ്. അപ്പോൾ പൗലോസിന്റെ ശാരീരിക ബലഹീനതകൾ, തന്റെ പ്രതിബന്ധങ്ങൾ, ഇതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ താൻ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തി ലഭിക്കുന്നത് കൃപയാലാണ് എന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ്. ഈ കൃപയുടെ ശക്തി തിമോഥെയോസിനും ആവശ്യമാണ് എന്നുള്ള വിഷയം തിമോഥെയോസിനെ പൗലോസ് ഇവിടെ വ്യക്തപരമായിട്ട് ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 1 തിമോഥെയോസ് അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ന്റെ 10-11 വരുമ്പോൾ, എഫേസ്യ ലേഖനം 6-ന്റെ 10-11.
അവിടെ നമ്മൾ വായിക്കുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അപ്പോൾ കർത്താവ് ശുശ്രൂഷകൾക്ക് ആവശ്യമായ ശക്തി ശുശ്രൂഷകന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ശക്തി പ്രാപിക്കുക, അല്ലെങ്കിൽ ശക്തിക്കായിട്ട് കാത്തിരിക്കുക, അതിനുവേണ്ടി ജാഗരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ശുശ്രൂഷകരിലുമുണ്ട്. വിശ്വാസികളായിരിക്കും നമ്മൾക്കും ആ ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് നമുക്ക് ആത്മീയ ജീവിതത്തിന് വേണ്ടതായിരിക്കുന്ന ശക്തി തന്നാണ് നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന വിഷയം ക്രിസ്തുയേശുവിൽ ശക്തിപ്പെടുക. അതിനൊരു ഇനീഷ്യേഷൻ, ഒരു മുൻകൈ എടുക്കൽ ഒരു വിശ്വാസിയുടെ ശുശ്രൂഷകന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകണം. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ആത്മീക ശുശ്രൂഷ രംഗത്ത് വിജയകരമായി മുന്നോട്ട് പോകുവാനായിട്ട് കൃപയിൽ ശരണപ്പെടുക, കൃപയിൽ ആശ്രയിക്കുക. ആ കൃപയാലാണ് ശക്തി നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ തിമത്യോസിന് പൗലോസ് ആദ്യമായിട്ട് ഓർപ്പിക്കുന്ന വിഷയം, ഇവിടെ ആദ്യമായിട്ടല്ല, 1-ാം ലേഖനത്തിന് അനേക കാര്യങ്ങൾ പറഞ്ഞു. 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറയുന്ന വിഷയം കൃപയിൽ ശക്തിപ്പെടുക. അതിനോട് ചേർന്ന് പറയുന്ന വിഷയം നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ സുവിശേഷത്തിന്റെ മഹത്വം നീ വിശ്വസ്തരായവരെ ഫലമേൽപ്പിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചൊരു വിഷയമുണ്ട്. സ്ഥലം സഭയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏകാധിപത്യമല്ല, ഒരു വൺ മാൻ മിനിസ്ട്രി അല്ല, ഒരു തലമുറ കൊണ്ട് അവസാനിക്കുന്ന ഒരു ക്രമീകരണമല്ല ദൈവം സഭയിൽ ചെയ്തിരിക്കുന്നത്. തലമുറ കൈമാറി മുന്നോട്ട് പോകേണ്ട ഒരു വിഷയം. അപ്പോൾ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് ഓൾറെഡി ശുശ്രൂഷയിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വമാണ്. അത് ഏത് കൃപാവര വിഭാഗത്തിൽപ്പെട്ട നിൽക്കുന്ന ആളുകളായാലും അടുത്ത തലമുറയെ ചേർത്ത് കൊണ്ടുപോകുവാനായിട്ട് കഴിയണം. അതിനെ പരിശീലിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയണം. ടീച്ചിങ് ആയാലും സുവിശേഷ പ്രവർത്തനത്തിലായാലും പ്രബോധനത്തിലായാലും സഭയെ നയിക്കുന്നതിലായാലും ഏത് വിഷയത്തിലായാലും മുമ്പോട്ട് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ശ്രദ്ധേയമായ പങ്കാളിത്തം സഭാ ശുശ്രൂഷകർക്ക് നൽകുന്നു. അപ്പോൾ തിമത്യോസിനോട് എടുത്തു പറയുന്ന വിഷയം, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെ നമ്മൾ ഒരു വിഷയം പഠിച്ചു വരുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അവിടെ സുവിശേഷത്തിന്റെ മഹത്വം എന്താണ്? സുവിശേഷം കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ചിന്തിച്ച വിഷയമാണ്. സുവിശേഷം എന്ന് പറയുന്നത് കേവലം യേശു നിന്നെ രക്ഷിക്കും എന്നുള്ള സന്ദേശമല്ല. സുവിശേഷം എന്ന് ഈ ലേഖനങ്ങളിൽ അർത്ഥമാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഈ പൗലോസിൽ നിന്ന് കേട്ടതായിരിക്കുന്ന പ്രമാണങ്ങളെല്ലാം അടുത്ത തലമുറയ്ക്ക് തിമത്യോസ് അത് പാലിക്കണം. തിമത്യോസ് നമുക്കറിയാം എഫെസോസിലാണ് താൻ പ്രധാനമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെയുള്ള സഭയിൽ അടുത്ത തലമുറയെ ട്രെയിൻ ചെയ്യുവാനായിട്ടുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തിമത്യോസിനെ പൗലോസ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം വിഷയം നമ്മൾ ഓർത്തുപോലെ ആദ്യം നമ്മളിൽ തന്നെ ഈ വിഷയം സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകണം. തിമത്യോസിന് അതുണ്ട്. പക്ഷെ തിമത്യോസിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിൽ ശ്രദ്ധയോടെ ഇരിക്കുക, ജാഗരിച്ചിരിക്കുക എന്നുള്ളത്. അവിടെ 2 വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ഉപദേശിപ്പാൻ സമർത്ഥരും വിശ്വസ്തരുമായ ആളുകളെ ഏൽപ്പിക്കുക. എല്ലാരെയും ഏൽപ്പിക്കുവാനായിട്ട് അവിടെ പറയുന്നില്ല. അതൊരു ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം. ദൈവം സ്ഥലം സഭയിൽ കൃപാവരങ്ങളോടെ എഴുന്നേൽപ്പിച്ച വ്യക്തികൾ എല്ലാ തലമുറയിലും ഉണ്ട്. ഇപ്പൊ നാം ശുശ്രൂഷ രംഗത്തായിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള കൃപ തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയെ ദൈവം സഭയിൽ ഇതേ കൃപാവരത്തോടുകൂടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് അവർക്ക് ഈ ദൈവശേഖ കൈമാറുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ശേഷം ചെയ്യുവാനായിട്ട് അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സിസ്റ്റം സഭയിൽ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അത് അനിവാര്യമായിരിക്കുന്ന ഒരു വിഷയമാണ്. സഭയുടെ ഭാവിയെ കരുതി ശ്രദ്ധയോടെ കരുതേണ്ട ഒരു വിഷയം. അപ്പൊ ഒരു ശുശ്രൂഷകന്റെ പ്രത്യേകത, ആ ശുശ്രൂഷകൻ സഭയുടെ ഭാവിയെക്കുറിച്ച് കരുതലുള്ളവനായിരിക്കണം. നാളെ ഈ സഭ നന്നായിട്ട് പോകണം എന്ന ചിന്തയുള്ള വ്യക്തിയായിരിക്കണം ഒരു ശുശ്രൂഷകൻ. ആ സുവിശേഷകനായാലും മൂപ്പനായാലും ഏത് കൃപാവര ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന വ്യക്തിയായാലും നാളെ ഈ സഭ ഇതിലും സജീവമായി പോകണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്റെ കാലത്തോടു കൂടി ഇതങ്ങ് തീരണം എന്നൊരു ചിന്ത സ്വാർത്ഥതയിൽ നിന്ന് മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ചിലർ അതിന്റെ ഗൗരവം വേണ്ടത്ര മനസ്സിലാക്കാറില്ല. എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ അത് ദൈവം എഴുന്നേൽപ്പിച്ചുകൊള്ളും എന്നൊരു ചിന്ത പലരും ഭരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ക്രമീകരണം അല്ലെ കാര്യപരിപാടി എന്ന് പറയുന്നത് തലമുറകളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. ഇസ്രായേൽ ജനത്തിനും ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ നിങ്ങൾ തലമുറയായി ഇത് ആചരിക്കണം, ഇത് കാത്തു സൂക്ഷിക്കണം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സഭയോടുള്ള ബന്ധത്തിലും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വസ്തരായവരായിരിക്കണം,
സമർത്ഥരായവരായിരിക്കണം. ഉപദേശിപ്പൻ, പ്രാഗൽഭ്യം, കഴിവ്, ഇതൊക്കെ ഉള്ളവരെ ഇത് ഏൽപ്പിക്കണം. അപ്പൊ എല്ലാവരെയും അങ്ങ് ഏൽപ്പിച്ചിട്ട് എല്ലാവരെയും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നൊരു സിസ്റ്റവും ഇല്ല. വചനത്തിലുള്ള സിസ്റ്റം അതിന് പ്രാഗൽഭ്യവും അതിന് സാമർഥ്യവും അതിൽ വിശ്വസ്തരുമായവർ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പോഴും അവിടെയും 2 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. 1 കൃപാവരവും, 2 വിശ്വസ്തതയും, പിന്നെ 3 നല്ല സാക്ഷ്യം. ഈ 3 കാര്യങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. കഴിവ്, സാക്ഷ്യം, കൃപാവരം. ഈ വിഷയങ്ങളുള്ള വ്യക്തികളെ സഭയിൽ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുമ്പോൾ അവരെ തിരിച്ചറിയുവാനും അവരെ ശുശ്രൂഷകൾ ഏൽപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് പരിശീലിപ്പിച്ച് കൊണ്ടുവരുവാനും ശുശ്രൂഷകന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് പിന്നെ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് എൻ്റെ ക്ലാസ്സുകളിൽ തന്നെ ഇത് ആവർത്തിച്ചു പറഞ്ഞു. തിമത്യോസിനെ പൗലോസ് ഈ വിഷയം പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തിമത്യോസിന് വലിയൊരു ഉത്തരവാദിത്തമാണ് പൗലോസ് കൊടുക്കുന്നത്. പൗലോസ് തന്റെ വിശ്വാസ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അടുത്ത തലമുറയിലേക്ക് ഈ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് പൗലോസ് ശ്രദ്ധിച്ചിരുന്നു. അത് തിമത്യോസിന് ചെയ്യണം എന്നുള്ള വിഷയം നൽകിയാണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, നീ എന്നോട് പ്രാപിച്ചത്, നീ എന്നിൽ നിന്ന് കേട്ടത്, നീ എന്നിൽ നിന്ന് പ്രാപിച്ചത് പകർന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന ആത്മീക സത്യങ്ങൾ അടുത്ത തലമുറയുടെ പ്രയോജനത്തിന് വേണ്ടി പകർന്നു കൊടുക്കുന്നതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള വിഷയം. അപ്പൊ ഒന്നാമത്തെ വിഷയം, ഒരു ശുശ്രൂഷകൻ, ഇവിടെ ഒരു നല്ല ഭടനായിട്ടാണ് ആ വിഷയം, അല്ലെങ്കിൽ നല്ല ശുശ്രൂഷകനായിട്ടാണ് ആ വ്യക്തിയെ ചിത്രീകരിക്കുമ്പോൾ ഒന്നാമത്തെ വിഷയം, ദൈവകൃപയിൽ ശക്തിപ്പെടുന്ന വ്യക്തിയായിരിക്കണം ശുശ്രൂഷകൻ. ഈ ശക്തിപ്പെടലില്ലെങ്കിൽ ശുശ്രൂഷ രംഗത്ത് തെളിയുവാനായിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമതായിട്ട് വരുമ്പോൾ അതിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം എടുത്ത് പറയുന്നത്, അവൻ ലക്ഷ്യബോധമുള്ളവനായിരിക്കണം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, 3-ാം വാക്യം, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അതിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ മറ്റൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം കെട്ടിയില്ലെങ്കിൽ. 6-ാം വാക്യത്തിൽ വരുമ്പോൾ അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. 3 പ്രധാന വ്യക്തികളെ, അല്ലെ 3 പ്രധാന ആളുകളെ ഇവിടെ എടുത്തു കാണിക്കാം. ഒന്നാമത്തത് ഭടൻ, രണ്ടാമത്തേത് മല്ല് കെട്ടുന്നവൻ അല്ലെങ്കിൽ അത്ലറ്റ് എന്ന് നമ്മൾ പറയും, അത്ലറ്റ് ആയിട്ടുള്ള വ്യക്തികൾ. മൂന്നാമത്തെ ആള് കർഷകൻ. അപ്പോൾ ഈ 3 വ്യക്തികളെയും എടുത്തു കാണിച്ചിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്ന വിഷയം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കുറിക്കും. ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഈ 3 തലങ്ങളിലും നിൽക്കേണ്ട വ്യക്തികളാണ്. അല്ലെങ്കിൽ ഈ 3 കൂട്ടം ആളുകളിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് ചില പാഠങ്ങൾ തിമത്യോസ് അതിനെക്കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ വിഷയം, നല്ല ഭടനായിരിക്കുക. ഈ നല്ല ഭടന്റെ പ്രത്യേകത എന്താണെന്നാണ് അവിടുത്തെ എടുത്തു പറയുന്നത്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നല്ല ഭടന്റെ ലക്ഷ്യം. ഒരു നല്ല മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ സേവിക്കുന്ന രാജ്യത്തിന് വേണ്ടി, രാജ്യമാണല്ലോ അവനെ ആ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം BSF അങ്ങനെ നമുക്ക് നേവി ഒക്കെ നമ്മുടെ രാജ്യത്തും ഉണ്ട്. ഇവരെ ഗവൺമെന്റ് ഈ ഉത്തരവാദിത്വം അവർക്ക് 6 മാസം 1 വർഷമൊക്കെ ട്രെയിനിങ് കൊടുത്ത് ഇവരെ പരിശീലിപ്പിച്ച് യുദ്ധസ്ഥലം അല്ലെങ്കിൽ ബൗണ്ടറിയിലേക്കൊക്കെ വിടുമ്പോൾ രാജ്യത്തിന് അവരെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അവരാ ജോലി അവിടെ വിശ്വസ്തയോടെ ചെയ്യുമ്പോഴാണ് രാജ്യത്തിന് അത് സുരക്ഷയും അഭിമാനവുമായി മാറുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷ. ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു ശുശ്രൂഷകനെ, ഒരു വിശ്വാസിയെ ഒരു പടയാളിയോട് ചേർത്ത് ഉപമിച്ചിരിക്കുന്ന അനേകം വേദഭാഗങ്ങളുണ്ട്. അതിലേക്ക് വിശദീകരണത്തിലേക്ക് നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചതും, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നിങ്ങൾ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പോരാടാനാണ്. അപ്പോൾ ഓരോ വിശ്വാസിയും ഈ പടയാളിയാണ്. ശുശ്രൂഷകന്മാർ ഈ പടയാളികളുടെ ക്യാപ്റ്റന്മാരായിട്ട് മേളിൽ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ നല്ല ഭടനായിട്ട് നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്ന് തിമത്യോസിനോട് പൗലോസ് പറയുമ്പോൾ, ഈ കഷ്ടം 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 എന്നുള്ള വാക്ക് ഈ ലേഖനങ്ങളിൽ, തിമത്യോസിന്റെ ലേഖനങ്ങൾ നമുക്ക് ആവർത്തിച്ച് കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം, പൗലോസ് തിമത്യോസിന് പറഞ്ഞു കൊടുക്കാനായിരിക്കുന്ന ഒരു പ്രധാന വിഷയം, സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, സൗഭാഗ്യങ്ങളുടെ ഒരു സമ്മേളനഗരി അല്ല. ഇന്ന് പലരും പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചും ആൾക്കാർക്ക് പല കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ നന്നായിട്ട് ജീവിക്കാന്ന ചിലവരുടെ ചിന്ത. പക്ഷെ ഒരു സുവിശേഷകൻ ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിൽ, ഒരു മൂപ്പൻ ആത്മാർത്ഥമായി കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിൽ അത് കഷ്ടപ്പാടുള്ള ഒന്നാണ്, കഷ്ടതയുള്ള ഒന്നാണ്.
ഈ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഈ കഷ്ടതയുടെ പാരമ്യം അതിന്റെ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ റോമിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് തിമത്യോസ് ഈ കാര്യം എഴുതുന്നത്. തിമത്യോസിന് പൗലോസ് ഈ കാര്യങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് ഈ കഷ്ടം എന്ന വാക്ക് പൗലോസ് എഴുതുന്നത് അതേ നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് തിമത്യോസിന് കഴിയും. അപ്പോൾ തിമത്യോസിനോട് പറയുന്നത്, ഞാൻ ഈ ചങ്ങലയൊക്കെ ധരിച്ച് ഈ കാരാഗ്രഹത്തിൽ കിടന്നത് കഷ്ടം അനുഭവിക്കുന്നത് പടചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പൊ നമ്മുടെ എന്തായാലും പടചേർത്തവൻ എന്നെ ആരാണോ ആ ജോലിക്ക് അപ്പോയിന്റ് ചെയ്തത് ആ വ്യക്തിക്ക് ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതേ നിലയിലുള്ള ഒരു റിസൾട്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ബന്ധനത്തിലായിരിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിക്കുകയും. അപ്പൊ പൗലോസ് പോയതിനു ശേഷം തിമത്യോസിനും ഇതേ അനുഭവങ്ങളാണ് മുമ്പിൽ വരുവാൻ പോകുന്നത്. ഈ അനുഭവങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ അവിടെ പറയുന്ന വിഷയം പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ മുമ്പിൽ വരുന്ന കഷ്ടപ്പാടുകൾ, ഒരു പടയാളി എന്ന് പറഞ്ഞാൽ അവന് ജീവഹാനി, പ്രാണഹാനി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വീരമൃത്യു എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പട്ടാളക്കാരി മരിക്കും, നമ്മളതിന് വീരമൃത്യു എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ ഈ വീരമൃത്യു ഏതു സമയത്തും സംഭവിക്കാം. ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പടയാളി പോർക്കളത്തിൽ നിൽക്കുന്നത്. ആ മരണത്തെ മുന്നിൽ കാണുന്നു എങ്കിലും അത് തൻ്റെ കടമയാണ്, രാജ്യത്തിനു വേണ്ടി മരിക്കുവാനായിട്ട് നിൽക്കുക എന്നുള്ളത് തൻ്റെ കടമയാണ് എന്ന ബോധ്യത്തിലാണ് ഈ പടയാളി ജോലി ചെയ്യുന്നത്. അത് ഏത് രാജ്യത്തായാലും, പൂർവ്വകാലങ്ങളിലായാലും ഇപ്പോഴായാലും, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ, ഒരു മിലിറ്ററിക്കാരൻ എന്ന് പറയുന്നവൻ തൻ്റെ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും പൗലോസ് ഇതേ വിഷയം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനായിട്ട് ഒരുക്കമുള്ള ഒരു ഹൃദയം ശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ വിഷയം, ക്രിസ്തുവിനായിട്ട് കഷ്ടം സഹിക്കുവാനായിട്ട് ഈ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ ഏതെല്ലാം നിലയിലുള്ള കഷ്ടങ്ങൾ വരുന്നോ അത് സഹിക്കുവാനുള്ള ഒരു ഒരുക്കം, ഒരു പ്രിപ്പറേഷൻ ഈ ശുശ്രൂഷകന്മാർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ വിഷയം. ഇനി അത്ലറ്റിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന വിഷയം എന്നിട്ട് പറഞ്ഞാൽ ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു പട്ടാളക്കാരൻ രാജ്യത്തെ സേവിക്കുമ്പോൾ അവന്റെ ചെലവൊക്കെ വഹിക്കേണ്ട ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ തിമത്യോസിന് ഉദ്ദേശിക്കുന്ന വിഷയം ഇത്രേ ഉള്ളൂ, നീ ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിന്റെ ട്രാക്ക് തെറ്റിപ്പോകരുത്. ഈ പട്ടാളത്തിലൊക്കെ പോയി കുറച്ചു കാലം കഴിയുമ്പോൾ എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും, ശമ്പളം ഒന്നും കൃത്യസമയത്ത് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന വിഷയം, ഇവരുടെയൊക്കെ ശമ്പളം അവരുടെ കുടുംബത്തിന്റെ അക്കൗണ്ടിൽ എല്ലാ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ സുവിശേഷ വേലയിൽ കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഈ പണം ക്രെഡിറ്റ് ആകുന്നില്ലല്ലോ എന്നൊരു ചിന്ത കൊണ്ട് ജീവനകാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ, ജീവനകാര്യങ്ങളിൽ ഒരു പടയാളി ഇടപെട്ട് കഴിഞ്ഞാൽ അവന് ഒരിക്കലും യുദ്ധം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവന് കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, അവൻ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചാൽ, മക്കളെക്കുറിച്ച് ചിന്തിച്ചാൽ, അവരെക്കുറിച്ച് ഓവർ കൺസേൺഡ് ആയി കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു കാലത്ത് അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏകാഗ്രതയോടെ തന്റെ ജോലി ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ആ വിഷയമാണ് ഇവിടെ എടുത്ത ഒരു പടയാളി, ഒരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് രാജ്യത്തെ സംരക്ഷിക്കുക, ശത്രുവിനെ കൊല്ലുക എന്നുള്ളതാണ്. ഇതുപോലെ സുവിശേഷ വേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം തന്റെ ശുശ്രൂഷ സംബന്ധിച്ച് ഏകാഗ്രമായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം. അതിന് കഷ്ടപ്പാട് അതിലുണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, പ്രാണത്യാഗം സംഭവിക്കാം. അത് നീ എന്നോടുകൂടെ സഹിക്കുക. അപ്പൊ തിമത്യോസിന് പൗലോസ് കൊടുക്കുന്ന ഒരു പിൻബലം എന്ന് പറയുന്നത്, നീ ഈ കഷ്ടം സഹിക്കുമ്പോൾ നിനക്ക് മുമ്പേ ഞാൻ ഇത് സഹിച്ചിട്ടുണ്ട്, എന്നോട് കൂടെയാണ് നീ ഇത് സഹിച്ചത്. ഇത് പൗലോസ് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അത് കർത്താവിനോട് കൂടെയാണ് നീ കഷ്ടം സഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ തിമത്യോസ് ഒരു യൗവനക്കാരനായതുകൊണ്ട് ഈ പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ ആത്മീക ശുശ്രൂഷ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ പിന്മാറി പോകാനുള്ള എല്ലാ ചാൻസും ഉള്ളത് കൊണ്ട് പൗലോസ് തിമത്യോസിനെ ഇങ്ങനെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ വന്നാലും ദൈവം നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉപനിധിയെ നീ അലക്ഷ്യമാക്കി കഴിഞ്ഞ് നീ പിന്മാറി പോകരുത്, പിൻവാങ്ങി പോകരുത് എന്നുള്ള കാര്യമാണ് ഓർപ്പിക്കുന്നത്. അപ്പൊ രണ്ടാമതായിട്ടൊരു അത്ലറ്റിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയാൽ, ചട്ടപ്രകാരം പൊരുതായികയാൽ. മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ ഗുസ്തി പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് അത്ലറ്റിക്സ് ആണ്, കായിക രംഗത്തെ ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ അത്ലറ്റ് വിജയം പ്രാപിക്കണമെങ്കിൽ അതിനൊരു ചട്ടമുണ്ട്. എങ്ങനെയൊക്കെ എതിരാളി ഇടിച്ചു വീഴ്ത്തി കഴിഞ്ഞാൽ അവന് വിജയിക്കാനായിട്ട് അതിന് ചട്ടമുണ്ട്. ആ ചട്ടപ്രകാരം തന്റെ ശക്തിയെ തെളിയിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ചട്ടപ്രകാരം പൊരുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കിരീടം പ്രാപിക്കില്ല. അപ്പോൾ ഇവിടെ
വിശ്വാസികൾ അല്ലെങ്കിൽ ശുശ്രൂഷകന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചും പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നീ ഒരു പടയാളിയായി നിന്നുകൊണ്ട് നിന്റെ കാര്യങ്ങൾക്ക്, നിന്റെ ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടി, നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ മുൻഗണന കൊടുക്കാതെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് നീ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അങ്ങനെ നോക്കിക്കൊള്ളുമ്പോൾ തന്നെ കഷ്ടതകൾ, നിനക്ക് താങ്ങാൻ പറ്റാത്ത കഷ്ടങ്ങൾ മുമ്പിൽ വന്നാലും അത് നീ സഹിക്കണം. അത് നിന്റെ നിയോഗമാണ്, അത് നീ സഹിക്കണം. അതിനുശേഷം പറയുന്ന വിഷയം, ഈ ഒരു അത്ലറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി, നിനക്ക് മറ്റൊരു ഏരിയ ഉള്ളത്, നിനക്കൊരു പ്രമാണമുണ്ട്. നീ ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിനക്കൊരു പ്രമാണമുണ്ട്, ഒരു ബൈലമുണ്ട്. ചട്ടപ്രകാരം പൊരുതായികയാൽ, ചട്ടപ്രകാരം എന്ന് നമുക്കറിയാം. നമ്മുടെ സഭകളിലെ പല പ്രയാസങ്ങൾ കാരണം ഈ ചട്ടം മറന്നുള്ള കാര്യങ്ങൾ, നമ്മൾ മാനുഷിക ചട്ടങ്ങൾ ദൈവസഭയിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവിക ചട്ടങ്ങൾ അപ്രസക്തമായി തീരും. ചട്ടങ്ങൾ ഉദ്ദേശിച്ച പ്രമാണങ്ങൾ, നിബന്ധനകൾ. അപ്പോൾ ഒരു പോരാട്ടത്തിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് പൊരുതിയാൽ മാത്രമേ ചിലപ്പോൾ എങ്ങനെയും ജയിക്കാം. അട്ടിമറിയിലൂടെ ജയിക്കാം, നമ്മൾ ചതിയിലൂടെ ജയിക്കാം. ഇങ്ങനെ പല ഭാവങ്ങളുണ്ട്. എന്നാൽ വിജയമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ചട്ടപ്രകാരം ജയിക്കുമ്പോഴാണ്. ചട്ടപ്രകാരം ജയിക്കുന്നില്ല എങ്കിൽ, ചട്ടപ്രകാരം യുദ്ധം നടത്തുന്നില്ല അല്ലെങ്കിൽ പോരാട്ടം നടത്തുന്നില്ല എങ്കിൽ നീ കിരീടം പ്രാപിക്കില്ല. അപ്പൊ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്ന വിഷയം, നിനക്ക് കിരീടമുണ്ട്. ഈ പൗലോസ് തന്നെയാണ് വിശ്വാസികൾക്കുള്ള കിരീടങ്ങളെ കുറിച്ച് ദൈവാത്മാവിൽ ബോധ്യപ്പെടുത്തുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. ഓരോ ശുശ്രൂഷകന്മാർക്കും ദൈവം കിരീടങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം, അത് ചട്ടപ്രകാരം നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ പ്രമാണപ്രകാരം, ദൈവവചന പ്രമാണപ്രകാരം നമ്മൾ കൈകാര്യം ചെയ്തില്ല, അല്ലാതെ നമ്മൾ പൊരുതിയില്ലെങ്കിൽ കിരീടം നമുക്ക് അല്ലെങ്കിൽ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല. ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. നമ്മൾ ഇന്ന് വിശ്വാസ ജീവിതത്തെ ഒരു എന്താ പറയാ, ഒരു ദിനചര്യയായിട്ട് നമ്മൾ കൊണ്ടുപോവുക, എങ്ങനെയും ജീവിച്ചു പോകുക വിശ്വാസിയായിട്ട്. പക്ഷേ അവിടെ പറയുന്ന പ്രമാണപ്രകാരം ജീവിക്കണം. വ്യക്തി ജീവിതങ്ങളിൽ ഈ ദൈവവചന പ്രമാണങ്ങളെ കുറിക്കൊണ്ട് അതിനോട് ചേർന്ന് വിശ്വസ്തരായി പോകുന്ന വ്യക്തികൾക്കാണ് പ്രതിഫലം ലഭിക്കുക അല്ലെങ്കിൽ കിരീടം ലഭിക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കും. മൂന്നാമതായിട്ട് വരുമ്പോൾ, അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്ന വിഷയം, കൃഷിക്കാരനെ പോലെ ആണ്. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഇതിന് രണ്ടാശയമുണ്ട്. നമ്മൾ പറയുന്നുണ്ട്, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാകുന്നു. വചനത്തിൽ അധ്വാനിക്കുന്നവന് ഇരട്ടി മാനത്തിന് കഴിയണം. വചനം പഠിപ്പിക്കുന്നവന് നിങ്ങളുടെ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അത് അവന്റെ അവകാശം. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്? ഇന്ന് നമ്മൾ സുവിശേഷന്മാരെയും വചനം പഠിപ്പിക്കുന്നവരെയും ഉപദേഷ്ടക്കന്മാരെയും ഒക്കെ കരുതുന്നവരാണ് നമ്മൾ വിശ്വാസികൾ. നമ്മൾ അങ്ങനെ കരുതുവാൻ കാരണം നമ്മുടെ പിതാക്കന്മാർ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പിതാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദശാംശമൊക്കെ മാറ്റിവെച്ച് സുവിശേഷന്മാരെയും വിശ്വാസികളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ കരുതുന്നത് നല്ല കാര്യമാണ്, അത് ആവശ്യമാണ്, അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. അപ്പോൾ അങ്ങനെ കരുതുമ്പോൾ വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയും കൊടുത്ത് കരുതണം എന്ന് പറയുന്നു. അതേ ആശയം ഇവിടെയുണ്ട്. അതായത് അധ്വാനിക്കുന്ന കൃഷിക്കാരൻ അതിന്റെ ഫലം അനുഭവിക്കുവാനായിട്ട് അവൻ യോഗ്യനാണ്. അതതിന്റെ ഒരാശയം. രണ്ടാമത്തെ ആശയം, ഈ വിഷയത്തിലെല്ലാം പറഞ്ഞു വരുന്ന പ്രധാന വിഷയം ദൈവവചനം സഭയെ പഠിപ്പിക്കുക, ഉപദേശിക്കുക എന്നുള്ളതാണ്. ഈ സന്ദർഭം സഭയെ ശുശ്രൂഷ തിമോത്തിയോസ് പഥ്യവചനം പഠിപ്പിക്കണം. അപ്പോൾ ഈ പഥ്യവചനം പഠിപ്പിക്കണം എന്നുള്ള ആശയം എടുക്കുമ്പോൾ കൃഷിക്കാരൻ എന്നുള്ള ആശയം തിമോത്തിയോസ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിൽ കൃഷി ചെയ്യുന്നവനായിരിക്കും. വചനം കൃഷി ചെയ്യുന്നവനാകണം എന്ന് പറഞ്ഞാൽ വചനം ഒന്ന് ഉഴുതു മറിച്ച് അത് ശരിയായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ച ആശയം. സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം സുവിശേഷകന്മാരും മൂപ്പന്മാരും ഉൾപ്പെടുന്ന സഭാ നേതൃത്വം. സഭാ നേതൃത്വം ഒരു ലീഡർഷിപ്പ്, ഞാൻ ലീഡറാണെന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് ഇരിക്കുന്നതല്ല. അത് ലീഡർഷിപ്പ് കൊള്ളാം, കുഴപ്പമില്ല. ഇന്ന് പലരും ആ സ്ഥാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തെറ്റില്ല, വചനം സ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമുക്കുള്ള ഉത്തരവാദിത്വം ചട്ടപ്രകാരമല്ല നാം ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ കിരീടം പ്രാപിക്കില്ല അല്ലെങ്കിൽ പ്രതിഫലം പ്രാപിക്കില്ല എന്ന് വചനം പറയുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത്, നീ അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആദ്യം ഫലം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ, അതിന്റെ ഫലം ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് ഈ കൃഷിക്കാരന്, ഈ ശുശ്രൂഷകന് സാധിക്കണം. ദൈവവചനം പഥ്യവചനം ശരിയായ നിലയിൽ പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഫലം അനുഭവിക്കേണ്ടത്
ഈ കൃഷിക്കാരനാണ്, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ. അപ്പൊ തിമത്യോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ഗുണപാഠം എന്ന് പറഞ്ഞാൽ, ഒരു കൃഷിക്കാരൻ നിലം ഉഴുത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്തിട്ട് അതിന്റെ ഫലം ആദ്യം അനുഭവിക്കുന്നത് പോലെ നീ ദൈവവചനത്തിൽ അത്യധ്വാനം ചെയ്ത് അത് ശരിയായ നിലയിൽ ഫലം അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഈ ടേസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. നമുക്കറിയാം, അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുന്ന സഹോദരിമാരും സഹോദരന്മാരൊക്കെ എന്ത് ചെയ്യും? ആദ്യം ഉപ്പ് നോക്കും, പിന്നെ മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളെയും കൂടെ കൊണ്ടുവന്ന് കാണിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഇങ്ങനെ ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് ഗസ്റ്റുകൾക്ക് ഇത് കൊടുക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആത്മീക ശുശ്രൂഷ രംഗത്ത് ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ നാം ഈ പഠിച്ചിരിക്കുന്ന, നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിന്ത, ഇത് 100% ദൈവികമാണോ, വചനത്തോട് ചേർന്ന് പോകുന്നതാണോ എന്ന് ശരിയായ നിലയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എക്സാമിൻ ചെയ്ത് രുചി വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ വേണം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു ആത്മീക ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര വിഷയമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അതൊരു പടയാളി തന്റെ ഉപജീവന കാര്യങ്ങൾ മാറ്റിവെച്ച് തന്നെ വിളിച്ചവനെ, തന്നെ ജോലി ഏൽപ്പിച്ചവന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് നിൽക്കാൻ ഒരുങ്ങുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ഒരു അത്ലറ്റ് കിരീടം പ്രാപിക്കുവാനായിട്ട് പോരാട്ടം നടത്തുക, അതൊരു കഠിനാധ്വാനമാണ്. കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നതും അതും കഠിനാധ്വാനമാണ്. അപ്പൊ ഈ 3 ആശയങ്ങളെ എടുത്തുകൊണ്ട് തിമത്യോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, നീ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതാണ്. അത്യധ്വാനം ചെയ്യുക. പൗലോസ് അക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:10 വരുമ്പോൾ, അവരെല്ലാവരെക്കാട്ടിലും കൂടുതൽ, അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവരെല്ലാവരെക്കാട്ടിലും കൂടുതൽ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ആ ഒരു കോൺഫിഡൻസ് കൊരിന്ത്യ വിശ്വാസികളോട് പൗലോസ് തന്റെ ശുശ്രൂഷയെ അവർ ചോദ്യം ചെയ്തപ്പോൾ, ഇന്നത്തെ സഭകളിലുള്ള ഒരു വിഷയമാണ്, ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയെ വിശ്വാസികൾ ചോദ്യം ചെയ്യും, പ്രത്യേകിച്ച് വേർപാട് സഭകളിൽ. കൊരിന്ത്യ സഭയിലും അങ്ങനെ തന്നെ ഏകദേശം ചോദ്യം ചെയ്തപ്പോൾ പൗലോസ് പറയുന്നത്, അവരെല്ലാവരെക്കാട്ടിലും കൂടുതൽ ഞാൻ അധ്വാനം ചെയ്തു. ഈ അധ്വാനത്തിനിടയിലാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ മതി, നിന്റെ ബലഹീനതകളിൽ അത് നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു ആത്മീയ ശുശ്രൂഷകന്റെ സഭയിലെ ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. എന്നാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം, ഞാൻ കർത്താവിന് വേണ്ടി എന്നാൽ ആവോളം അധ്വാനം ചെയ്തു, അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ എനിക്കൊരു വിഷയമല്ല. ചോദ്യങ്ങൾ ഉയരുന്നത് നല്ലതാണ്, കാരണം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് അതൊരു മുഖാന്തരമായി തീരും. അതിനോട് അസഹിഷ്ണുതയോടെ ഇടപെടുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയാ, നെഗറ്റീവ് ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോയി നമ്മളെ തന്നെ ഒതുക്കിക്കളയുക, അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ജഡികമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് ദൈവസന്നദ്ധിയിൽ നമ്മളെ കുറച്ചുകൂടെ ഉയർന്ന നിലയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയം. ഇത് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. തിമത്യോസ് അനുദിനം തന്റെ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷയിൽ തന്നിലെ നിയോഗത്തിന്റെ ബഹുവിധമായിരിക്കുന്ന തലങ്ങളെ താൻ മനസ്സിലാക്കണമെന്ന് കർത്താവ് തിമത്യോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നത് 7-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് തിമത്യോസിനോട് പൗലോസ് പറയും, നീ ഈ വിഷയങ്ങൾ ചിന്തിച്ചു കൊള്ളുക, വിചിന്തനം ചെയ്യണം. നീ എങ്ങനെയാണ് ഈ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നത് എന്ന് ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പുനഃപരിശോധന നടത്തണം. വീണ്ടും വിചിന്തനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എത്രത്തോളം നീ നിന്റെ ശുശ്രൂഷയിൽ തികവുള്ളവനായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് വ്യക്തിപരമായിട്ട് ശോധന ചെയ്യണം എന്നുള്ള കാര്യവും പൗലോസ് തിമത്യോസിനെ ഓർപ്പിക്കുന്നു. ഇന്ന് സഭാ ശുശ്രൂഷ നമുക്കറിയാം, പൗലോസ് തിമത്യോസിലേക്ക് കൈമാറ്റം ചെയ്തു. തിമത്യോസ് എന്ത് ചെയ്തു? അടുത്ത തലമുറ തിമത്യോസൊക്കെ പോയിട്ട് ഇപ്പം സഹസ്രാബ്ദങ്ങളായി. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ ദീപശിഖ ഏറ്റി ഇന്ന് സഭയുടെ സാക്ഷ്യമായി ദൈവവചനത്തിന്റെ കാവൽക്കാരായി, ശുശ്രൂഷകന്മാരായി, സഭയുടെ ശുശ്രൂഷകരായി നിൽക്കുമ്പോൾ പൗലോസ് തിമത്യോസിന് കൊടുത്ത ഈ നിയോഗത്തെ നമ്മളും ഏറ്റെടുക്കണം വ്യക്തി ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവർ എന്നുള്ള വിഷയം ഇവിടെ ഓർപ്പിക്കുന്നു. എന്നിട്ട് പറയാം, കർത്താവ് സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകുമല്ലോ എന്ന് പറയും. ഞാൻ ഈ പറയുന്ന ആശയങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് നിനക്ക്
ബുദ്ധി ഉണ്ട് നിനക്ക്, പക്ഷെ അത് കർത്താവ് നിനക്ക് കൂടുതലായിട്ട് ആ ബുദ്ധി ഏത് ആശയത്തിലാണ് ഈ വിഷയം ഞാൻ നിന്നോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ. അപ്പോൾ തിമോത്തിയോസ് സഭയിൽ മൂപ്പന്മാരെ നിയമിക്കുവാനായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളും മുമ്പിൽ. നമുക്കറിയാം, എല്ലാവരും മനുഷ്യരാണ്, അതുകൊണ്ട് പലവിധ ഗ്രൂപ്പിസങ്ങൾ, പലർക്കും മൂപ്പനാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തിമോത്തിയോസ് നോക്കുമ്പോൾ അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. അപ്പോൾ മറ്റ് യോഗ്യരായ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിന് റിയാക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ പോലെ ഈ പൗലോസിന്റെ തിമോത്തിയോസിന്റെ കാലത്തുള്ളവരും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ മുന്നിൽ വരുമ്പോൾ ഉചിതമായത് ചെയ്യുവാൻ കർത്താവ് നിനക്ക് ബുദ്ധി തരട്ടെ. പക്ഷെ വിശ്വസ്തരായവരും സാമർഥ്യമുള്ളവരും കൃപയുള്ളവരുമായവരെ മാത്രമേ നീ ശുശ്രൂഷ ഏൽപ്പിക്കാവൂ എന്നുള്ള നിർദ്ദേശം പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്നു. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ പല പ്രതിബന്ധങ്ങളും സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരനായിരിക്കുന്ന തിമോത്തിയോസ് അഭിമുഖീകരിക്കാം. അതിന് പൗലോസ് പറയുന്നത്, നീ എന്നോട് കൂടെ ആ വിഷയത്തിലും കഷ്ടം സഹിച്ചോ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ നിനക്കൊരു മാതൃകയാണ്, ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ നീ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ താൻ നേരിട്ടിട്ടുണ്ട്. ഇനി എന്താണ് സുവിശേഷം എന്ന വിഷയം സംബന്ധിച്ച് പൗലോസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് 8-9 വാക്യങ്ങളില്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. അപ്പോൾ സുവിശേഷം സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായത്തിൽ സുവിശേഷത്തിന്റെ മഹത്വം പല പോയിന്റുകളായിട്ട് നമ്മൾ ആ വിഷയം ചിന്തിച്ചു. എന്നിട്ട് ഈ 2-ാം അധ്യായത്തിലും പൗലോസ് തിമോത്തിയോസിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ സുവിശേഷത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞു മുന്നോട്ട് നിന്നിൽ വിശ്വസ്തരായവരെ പരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ പൗലോസിൽ നിന്ന് തിമോത്തിയോസ് പ്രാപിച്ച സുവിശേഷ സന്ദേശം അതുപോലെ തന്നെ പകർന്നു കൊടുക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തു, ഇതാകുന്നു എന്റെ സുവിശേഷം. പൗലോസിന്റെ സുവിശേഷം അല്ല, പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം, പൗലോസ് പറയുന്ന സുവിശേഷം. പൗലോസ് എന്റെ സുവിശേഷം എന്ന് പറയാൻ കാരണം പൗലോസിന്റെ ജീവനായി, പൗലോസിന്റെ ജീവിതമായി, ജീവിതം സമർപ്പിച്ച് ഒരു പടയാളിയെ പോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ സുവിശേഷത്തിന്റെ പിന്നാലെ പോകുവാനായിട്ടുള്ള കാരണം യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ബോധ്യം. അതായത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച് പൗലോസിനുള്ള ബോധ്യമാണ് പൗലോസിനെ എന്ത് ചെയ്തിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ ഞാൻ ചങ്ങല ധരിച്ച, പൗലോസ് ഇപ്പോൾ ഇത് എഴുതുമ്പോൾ കയ്യിൽ ചങ്ങലയോടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ചങ്ങല ധരിച്ചുകൊണ്ട് ഞാൻ ഇത് എഴുതുന്നതിന് കാരണം, ഇവിടെ ആയിരിക്കുന്നതിന് കാരണം ഈ വിഷയത്തിൽ എനിക്കുള്ള ബോധ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഈ ബോധ്യമുള്ളവരായിരിക്കണം. എന്നിട്ട് അവിടെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ. നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ മരിക്കുമ്പോൾ അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതേ ആശയം പൗലോസ് ഇവിടെ, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ഈ ചങ്ങല ധരിക്കുന്നത് എന്റെ സുവിശേഷ ബോധ്യ നിമിത്തം. അപ്പൊ സുവിശേഷ സംബന്ധമായിട്ട് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകരുത് എന്നുള്ള വിഷയമാണ് തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്നത്. അത് അകത്തു നിന്നും പുറത്തുനിന്നും, സഭയ്ക്കുള്ളിൽ നിന്നും ഉണ്ടാകാം, സഭയ്ക്ക് പുറത്തു നിന്നും ഉണ്ടാകാം. ഇത് ഉണ്ടാകുമ്പോൾ നീ നിരാശപ്പെട്ടു, നിന്റെ ബോധ്യം, സുവിശേഷ സംബന്ധമായി നമുക്കുള്ള കൺവിക്ഷൻ, അത് നമ്മളെ ബലപ്പെടുത്തും. ഈ വിഷയം നമ്മുടെ ഹൃദയത്തെ വളരെ ഭരിക്കേണ്ട ഒരു വിഷയം. നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി അതിന് താഴെ നമ്മൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ക്രിസ്തുവേശുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ഇവിടെ പൗലോസ് കർത്താവിന് വേണ്ടി സഹിക്കുന്നു എന്നതിന് മുമ്പ് പല ഭാഗത്തും പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട് ലേഖനങ്ങളിൽ. ഇവിടെ പൗലോസ് എടുത്തു പറയുന്ന വിഷയം, ഞാൻ ഈ കഷ്ടങ്ങളൊക്കെയും വ്രതന്മാർക്ക് വേണ്ടി, വ്രതൻ എന്ന് പറഞ്ഞാൽ ഇലക്ട് എന്നാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് വ്രതന്റെ ആശയം. ഇംഗ്ലീഷിൽ നമ്മൾ ഇലക്ട് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു ശുശ്രൂഷകൻ തന്റെ ശുശ്രൂഷ രംഗത്ത് കഷ്ടത അനുഭവിക്കുന്നത് സ്ഥലം സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി, കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയാണ്. തനിക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും ഉണ്ട്. ഇതെല്ലാം വിവിധ ആശയങ്ങളാണ്. എന്നാൽ ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു, വ്രതന്മാർക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം എന്ന് പറയുന്നത് ഈ വിശ്വാസികളെ കുറിച്ച് ഈ പൗലോസിനുള്ള ആത്മീക കാഴ്ചപ്പാടാണ്. തൻ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിൽ വന്ന വ്യക്തികൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ, താൻ സത്യോപദേശം അല്ലെങ്കിൽ വചനം അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ, നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ
പ്രബോധനം കൊടുക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ ഏത് നിലയിലായിരുന്നാൽ പോലും അതിനോട് ആ നിമിത്തമുള്ള കഷ്ടങ്ങൾ താൻ സഹിക്കുമ്പോൾ അത് വൃതന്മാർക്ക് വേണ്ടി, എൻ്റെ വിശ്വാസികളുടെ നന്മകൾക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം തന്നെ ഭരിക്കുന്നത് കൊണ്ട് താൻ ഇത് സന്തോഷത്തോടെ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കുറിച്ച് പൗലോസിനുള്ള കാഴ്ചപ്പാട് അത്ര ഉന്നതമാണ്. അപ്പൊ സഭയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടും അങ്ങനെ ആയിരിക്കണം. അതാ പൗലോസ് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കണം. വൃതന്മാരെ കുറിച്ച്, സഹവിശ്വാസികളെ കുറിച്ച് നമുക്കൊരു കൺസേൺ ഉണ്ടാകണം, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർക്ക്. കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരവസരം കിട്ടുമ്പോൾ അവനെ ഫിക്സ് ചെയ്യാന്നുള്ളതല്ല കൺസേൺ. വീണുപോയവനെ, ബലഹീനനായവനെ താങ്ങി നിർത്തുന്നതാണ് കൺസേൺ എന്ന് പറയുന്നത്. അത് ഇന്ന് വളരെ കുറവാണ് നമ്മുടെ ഇടയ്ക്ക്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് ആയിരിക്കുന്നു. ഇനി നമ്മൾ അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 13-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു ശുശ്രൂഷകന്റെ നിശ്ചയം അല്ലെങ്കിൽ ഉറപ്പ്, അവൻ നിശ്ചയമുള്ളവനായിരിക്കണം. എന്താണ് നിശ്ചയം? അതാണ് 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ എടുത്തു പറയുന്ന വിഷയം. നല്ല ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതത്തിൽ താൻ ആയിരിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ അവസ്ഥയെക്കുറിച്ചും തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചും തനിക്ക് ലഭിച്ചിരിക്കുന്ന പദവികളെക്കുറിച്ചൊക്കെ ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. ആ നിശ്ചയം ഏതൊക്കെ നിലയിലാണ് എന്ന് ഇവിടെ 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അപ്പോൾ ഇവിടെ മരണത്തെ ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ, പൗലോസ് ഈ ലേഖനം മുന്നോട്ട് എഴുതി വരുമ്പോൾ നീറോ ചക്രവർത്തി അവിടെ ഏറ്റവും കൂടുതൽ, റോമിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്, ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് പൗലോസും അവിടെ ഇരിക്കുന്നത്. എന്ന് ഞാൻ റോമൻ ഭരണകൂടം സുവിശേഷ നിമിത്തം ക്രിസ്ത്യാനികളെ കഠിനമായി ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞ വിഷയം, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ഉയർക്കും. അപ്പൊ തിമോഥെയോസിനോട് പൗലോസ് ഈ സുവിശേഷം നിമിത്തം നീ മരിക്കേണ്ടി വന്നാലും നീ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരു അനുഭവമുണ്ട് എന്നുള്ള ബോധ്യം നീ മറന്നുപോകരുത്. അത് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം തിമോഥെയോസിനെ ഓർപ്പിച്ചിട്ട് പറയുകയാണ്. അടുത്ത വാക്യം, കൂടെ നാം സഹിച്ചു എങ്കിൽ കൂടെ വാഴും. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വിഷയമാണ്, കർത്താവിനോട് കൂടെ ദൈവമക്കൾ വാഴും എന്നുള്ള വിഷയം. അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ പ്രസംഗിക്കുന്ന വിഷയമാണ്. നമ്മൾ കർത്താവിനോട് കൂടെ വാഴാൻ വേണ്ടി ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് സഭയിൽ ഏകാധിപത്യ വാഴ്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ആ വാഴ്ചയെക്കുറിച്ച് കർത്താവിനോട് കൂടെ വാഴുന്നത് അനുഗ്രഹീതമായ ഒരു അവസ്ഥ. എന്നാൽ ആ വാഴണമെങ്കിൽ ഇവിടെ സഹിക്കണം. എന്തു സഹിക്കണം? ഈ ആടുകളെ പരിപാലിപ്പിക്കുമ്പോൾ ഇടയന്മാർ ഈ ആടുകളിൽ നിന്നുണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. സഭയെ സഹിഷ്ണുതയോടെ പരിപാലിക്കുന്നവരായിരിക്കണം. സുവിശേഷന്മാർ അങ്ങനെ ആയിരിക്കണം, ഡീക്കന്മാർ അങ്ങനെ ആയിരിക്കണം, മൂപ്പന്മാർ അങ്ങനെ ആയിരിക്കും. ഇതാണ് ദൈവിക പദ്ധതി. ഇത് നാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, ദൈവിക പദ്ധതി എന്താണ് എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം. ഇവിടെ തിമോഥെയോസിനെ പൗലോസ് ഓർപ്പിക്കുന്ന വിഷയം, തിമോഥെയോസ് നീ ഒരു ശുശ്രൂഷകനായി, ഒരു സുവിശേഷകനായി, മൂപ്പന്മാരെ സഭയിൽ നിയോഗിക്കാൻ നിയമിക്കപ്പെട്ടവനായി നീ പോകുമ്പോൾ നീ സഹിക്കുന്നുവെങ്കിൽ നീ കൂടെ വരുന്നു. നീ പല പ്രതിബന്ധങ്ങളും ഈ ശുശ്രൂഷ വേളയിൽ സഹിക്കേണ്ടി വരും. എന്നാൽ നീ കർത്താവിനോട് കൂടെ സന്തോഷത്തോടെ ഇതിൻ്റെയൊക്കെ അവസ്ഥ മാറി ഈ വിശ്വസ്ത ശുശ്രൂഷയ്ക്ക് പ്രതിഫലം വാങ്ങി കിരീടം പ്രാപിച്ച് നീ നിൽക്കുന്ന ഒരു സുദിനം ഉണ്ട് എന്നുള്ള ബോധ്യം നിന്നെ ഭരിക്കണം. എന്നിട്ട് പറയുകയാണ്, നാം തള്ളിപ്പറയുന്നുവെങ്കിൽ കർത്താവ് നമ്മളെയും തള്ളിപ്പറയും. അത് നമ്മളെ നരകത്തിൽ തള്ളിക്കളയും എന്നുള്ള ആശയമല്ല അവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞത് ശുശ്രൂഷയോടുള്ള ബന്ധത്തില. അതായത് നാം കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച ശുശ്രൂഷയിൽ അവിശ്വസ്തരായി ആ ശുശ്രൂഷയെ നിരാകരിച്ച് ത്യജിച്ചു പോയാൽ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ മാറ്റി നിർത്തുമെന്ന് അതിൻ്റെ ആശയം. എന്ന് പറഞ്ഞാൽ നമ്മൾ കടിച്ചു തൂങ്ങി അവിടെ കിടക്കുന്ന ശുശ്രൂഷയിൽ, പക്ഷെ ഒരു ഫലവും ഒരു പ്രയോജനവും നാം ആയിരിക്കുന്ന സ്ഥലം സഭയ്ക്ക് അതുകൊണ്ട് ഉണ്ടാകത്തില്ല. എന്നും ഒരു തലവേദനയായിരിക്കും. പല ശുശ്രൂഷകന്മാരും അങ്ങനെയുണ്ട്. അത് സുവിശേഷന്മാരുടെ ഇടയ്ക്കുണ്ട്, മൂപ്പന്മാരുടെ ഇടയ്ക്ക്. അവരെ കൊണ്ട് ഭയങ്കര തലവേദനയായിരിക്കും വിശ്വാസികൾക്ക് എന്നും. ഇതാരും വ്യക്തിപരമായി ഉദ്ദേശിച്ചു. നമ്മുടെ സഭയിലൊക്കെ നമുക്ക് നോക്കിയറിയാം, ചില വിശ്വാസികളെ കൊണ്ട്, ചില സുവിശേഷന്മാരെ കൊണ്ട്, ചില മൂപ്പന്മാരെ കൊണ്ട് സഭയ്ക്ക് ഭയങ്കര ഹെഡേക്കാണ്. എന്നാൽ ചിലര് ഈ ശുശ്രൂഷകന്മാരൊരു ഹെഡേക്കായിട്ട് കാണുന്ന സഭകളുമുണ്ട്. ഈ രണ്ട് വശം അതിലുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. എന്നാൽ നാം ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ വ്യക്തിപരമായി ശോധന ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത വാക്കാണ് തിമോഥെയോസിനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നാം അവിശ്വസ്തരായി പാർത്താൽ, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാക്യം അത്,
നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിശ്വസ്തതയ്ക്ക് കർത്താവിന്റെ വിശ്വസ്തത തുണ നിൽക്കുന്നു എന്നല്ല അവിടെ ആശയം. അവിടെ നമ്മുടെ സ്വഭാവത്തെയും കർത്താവിന്റെ സ്വഭാവത്തെയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വ്യത്യാസപ്പെടുത്തി പറയുക, നാം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാൽ ദൈവം തന്റെ വിശ്വസ്തത നിറവേറ്റും. ആരിലൂടെ? അത് നമ്മൾ ആ ദൈവവചനത്തോട് ചോദിക്കേണ്ട വിഷയമാണ്. ദൈവവചന ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ശുശ്രൂഷകന്മാരെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? മറ്റൊരാളെ ആ കിരീടം ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശൗലിന്റെയും ദാവീദിന്റെയും വിഷയത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അങ്ങനെ പഴയ നിയമത്തിൽ പല രാജാക്കന്മാരോടും നേതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിൽ സഭയിൽ വരുമ്പോഴും ഇതേ വിഷയം സംഭവിക്കുന്നുണ്ട്. അവിശ്വസ്തത കാണിച്ചാൽ ദൈവം തന്റെ വിശ്വസ്തത സഭയിൽ നിറവേറ്റും, മറ്റൊരാളിൽ കൂടെ ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അസൂയ ഉണ്ടാവും, നമ്മൾ ശക്തമായി മനുഷ്യ നിലയിൽ പ്രതികരിക്കും. പക്ഷെ ദൈവം താൻ ഫലമേൽപ്പിച്ച വ്യക്തിയിലൂടെ തന്റെ വിശ്വസ്തത സഭയ്ക്കുള്ളിൽ നിറവേറ്റും. അപ്പോൾ നാം അവിശ്വസ്തരായി പാർക്കാനുള്ള ലൈസൻസ് അല്ല ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ വാക്യം നമ്മളെന്നും ഡിസംബർ 31 ഞാൻ കഴിഞ്ഞ ഒരു വർഷം മൊത്തം അവിശ്വസ്തനായിരുന്നു, ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു, നല്ലവനായിരുന്നു, പക്ഷെ ഞാൻ അവിശ്വസ്തനായിരുന്നു. ഭയങ്കര ക്രെഡിറ്റഡ് വാക്യം ഇതാ വായിക്കുന്നത്, നാം അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനാണ്. എന്നാൽ അവിടെ എടുത്തു പറയുന്ന വിഷയം, തിമോഥെയോസേ, നീ നിന്റെ വിശ്വാസത്തിൽ നിന്നെ ദൈവം ഏൽപ്പിച്ച നിയോഗത്തിൽ അവിശ്വസ്തനായി തീർന്നാൽ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ ഈ അവിശ്വസ്തതയെ ദൈവം ടോളറേറ്റ് ചെയ്യുമെന്നല്ല അവിടുത്തെ ആശയം. ദൈവം തന്റെ വിശ്വസ്തത സഭയ്ക്കുള്ളിൽ നിറവേറ്റും, പക്ഷെ നിന്റെ സ്ഥാനം അത് നീ ചിന്തിക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷത്തിന്റെ മഹത്വത്തെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പൗലോസ് ഇത്ര വിശാലമായിട്ട് പറഞ്ഞ് 2-ാം അധ്യായത്തിൽ വന്ന സുവിശേഷകൻ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ, മൂപ്പന്മാരടങ്ങിയ വ്യക്തികൾ, ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ ഭടനാണെന്നും അത്ലറ്റ് ആണെന്നും അതുപോലെ തന്നെ ഒരു കർഷകൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് വിവിധ ആംഗിളുകളിൽ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ വിശ്വാസികളുടെ ഒക്കെ നമ്മുടെയൊക്കെ ആത്മീക കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ വിഷയം തമ്മിലുള്ള ഉൾക്കാഴ്ച ഇതിൽ നിന്നൊക്കെ എത്ര അന്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആത്മീക നേതൃത്വം ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടയൻ ക്രമം കെട്ടുപോയാൽ ആടുകൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ അപ്പുറം അഴിഞ്ഞു പോകും, കുത്തഴിഞ്ഞു പോയ അവസ്ഥയിലാവും, കൂട്ടം വിട്ടുപോകുന്ന അവസ്ഥയിലായി തീരും. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ ഈ വിഷയം ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു എന്നുള്ള വിഷയം നാം ശ്രദ്ധിക്കാനായിട്ട് ആവശ്യമുണ്ട്. 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് തന്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് എന്നിട്ട് ആ വാക്ക് പറഞ്ഞു, അതിന് മുമ്പത്തെ വാക്ക് പറഞ്ഞാൽ പോരാഞ്ഞോ, നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. എന്നാൽ പൗലോസ് അടുത്ത വാക്ക് പറയുന്നതിലാണ് ഞാൻ പറഞ്ഞ ആ വിഷയത്തിന്റെ പഞ്ച് കിടക്കുന്നത്. തന്റെ സ്വഭാവം ത്യജിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലം സഭയിലും, സാർവത്രിക സഭ അവിടെ നിൽക്കട്ടെ, ഓരോ സ്ഥലം സഭയിലും ദൈവത്തിന് തന്റെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവം അത് ക്രമപ്പെടുത്തി വരുമ്പോൾ ശുശ്രൂഷകൻ അവിശ്വസ്തനായി പാർത്താലും ദൈവത്തിന് തന്റെ സ്വഭാവം, തന്റെ പദ്ധതി അത് ത്യജിക്കുവാനായിട്ട് കഴിയില്ല. ദൈവം മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. പക്ഷെ ഇന്ന് പലപ്പോഴും സ്ഥലം സഭകളും ശുശ്രൂഷകന്മാരും ഈ കർത്താവിന് വിധേയപ്പെടാത്തത് കൊണ്ടാണ് സഭയിൽ ഇങ്ങനെ ഭിന്നപക്ഷങ്ങൾ പെരുകി സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ള വിഷയം നാം മനസ്സിലാക്കി കുറഞ്ഞ പക്ഷം നമ്മെ തന്നെ ഈ വിഷയത്തിലേക്കൊന്ന് ക്രമപ്പെടുത്തി, അങ്ങനെ ഓരോ വിശ്വാസികളും ക്രമപ്പെട്ടു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലം സഭകൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി 14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 1-ാം ലേഖനത്തിൽ പറഞ്ഞ അതേ വിഷയം തന്നെ വീണ്ടും പൗലോസ് ഇവിടെ ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ്. എന്നാൽ അവിടെ ചില മുന്നറിയിപ്പുകൾ, ചില സൂചനകൾ കൊടുക്കുന്നതുകൊണ്ട് അത് നമ്മൾ കഴിഞ്ഞ ലേഖനത്തിലും പഠിച്ച വിഷയങ്ങൾ അതുകൊണ്ട് ആവർത്തിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിശദീകരണത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടുത്തെ പ്രധാന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതാണ്. വാഗ്വാദങ്ങളിൽ, അതായത് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വശ്യമായ സംവാദങ്ങളിൽ ഇടപെട്ട് വിശ്വാസത്യാഗം സംഭവിക്കരുത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുകാരെ, വിശ്വാസികളെ ഓർമ്മപ്പെടുത്തണം. താൻ നിയോഗിക്കുന്ന ശുശ്രൂഷകരെ ഓർമ്മപ്പെടുത്തണം. തിമോഥെയോസിന്റെ ഏറ്റവും വലിയ നിയോഗം സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ താൻ വിശ്വസ്തരായി കണ്ട്, സാമർഥ്യമുള്ളവരായി കണ്ട് ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന വ്യക്തികളോട് അവരെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയം
വാഗ്വാദങ്ങളിൽ ഇടപെടരുത്. സംവാദം പല നിലകളിലുണ്ട്, അപ്പോളജറ്റിക്സ് അത് ഇതൊക്കെ ഉണ്ട്. എന്നാൽ വാഗ്വാദം എന്ന് പറഞ്ഞാൽ തർക്കം, ഒരു വിഷയം എടുത്തിട്ട് വെറുതെ തർക്കിക്കുക, തർക്കിച്ച് അവസാനം ദൈവവചനം, അതായത് ബൈബിൾ ദൈവവചനം അല്ലെന്ന് പോലും തർക്കിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഈ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവവചനത്തിലുള്ള ആശ്രയത്തെയും വിശ്വാസത്തെയും പോലും ഖനിക്കുവാൻ തക്കവണ്ണം ഈ വാദങ്ങൾ ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിഷയം പറയുന്നത്, ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നീ ശുശ്രൂഷകരെ ഓർപ്പിക്കേണ്ട വിഷയം ഇങ്ങനെയുള്ള വൃഥാവാദങ്ങളിൽ, യാതൊരു പ്രയോജനവുമില്ലാത്ത തർക്കങ്ങളിൽ ഇടപെട്ട് ഒന്നിനും കൊള്ളാത്ത, അതായത് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കരുന്നതിന്റെ ആശയം. നമ്മളൊക്കെ സംവാദമൊക്കെ കാണുന്നവരാ, ഇസ്ലാം സംവാദം, ആ സംവാദം, ഈ സംവാദം, യഹോവസാക്ഷികളായിട്ടുള്ള സംവാദം, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ ആൾക്കാരൊക്കെ ഭയങ്കര വീറോടെ ചെന്ന് സംവാദമൊക്കെ നടത്തും. നമ്മൾ വിചാരിച്ചു നോക്കി ഇപ്പൊ ഒറ്റ വാക്കിന് വെട്ടിന് ജയിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലത്. പക്ഷേ പ്രതിയോഗിയുടെ വാദങ്ങൾക്ക് മുമ്പിൽ വട്ടം കറങ്ങുന്ന സംവാദകരെ നമുക്ക് കാണാം. അപ്പൊ ഇതിന് പോകേണ്ട ആവശ്യം എന്താ? സംവാദമൊക്കെ നടത്തി തെളിയിക്കാൻ സാമർത്ഥ്യം ദൈവനിയോടുള്ളവർ അതിന് പോട്ടെ. പക്ഷെ ഇവിടുത്തെ വിഷയം എല്ലാവർക്കും അത് സാധ്യമല്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ഞാൻ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയിൽ തർക്കങ്ങളിൽ, സംവാദങ്ങളിൽ ചെന്ന് തലയിട്ട് അവസാനം സ്വന്തം വിശ്വാസം പോലും വലഞ്ഞു പോയ അനേകരുണ്ട്. സ്വന്തം സാക്ഷ്യം പോലും നഷ്ടപ്പെട്ടു. ദൈവം തർക്കങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വചനത്തെ യഥാവിധി പറഞ്ഞു കൊടുക്കാനുള്ള നിയോഗമാണ്. അത് ഉൾക്കൊള്ളുവാനുള്ള കൃപ പരിശുദ്ധാത്മാവാണ് കേൾക്കുന്നവർക്ക് നൽകുന്നത്. ഇവിടെ ശുശ്രൂഷകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്തത് 15-ാം വാക്യമാണ്. ഇത് 1-ാം ലേഖനത്തിലും പറയുന്നുണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഈ ശ്രമിക്കുക എന്ന പ്രയോഗം ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നല്ല അതിന്റെ ആശയം. ഇതിനൊരു ശ്രമം ആവശ്യമാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദൈവവചന പഠനത്തിന് മുമ്പേ നാം ഓർപ്പിച്ചതുപോലെ ഈ കൃഷിക്കാരൻ നിലം ഉഴുത് മറിച്ച് കളപെറുക്കി കല്ല് പെറുക്കി നിലം പാകപ്പെടുത്തി വിത്ത് വിതച്ച് ഫലം കൊയ്യുന്നത് പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കുവാൻ ശുശ്രൂഷകന്മാർ അത്യധ്വാനം ചെയ്യണം, ശ്രമിക്കണം. അതല്ലേ പറയുന്നത്, പത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ശുശ്രൂഷക്കാരനായിരുന്നു. ലജ്ജിപ്പാൻ സംഗതി, ലജ്ജ എപ്പോഴും ഉണ്ടാകുന്നത് വചനം മറിച്ച് അല്ലെങ്കിൽ അതല്ലാത്ത നിലയിൽ പഠിപ്പിക്കുമ്പോൾ, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ലജ്ജ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു ശുശ്രൂഷകനാകുന്നത്. അപ്പോൾ അങ്ങനെ ആകാതിരിപ്പാൻ, പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ ശുശ്രൂഷകന്മാർ ദൈവവചനത്തിൽ അധ്വാനം ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്കൊരു ചോറും കറിയും വെക്കാൻ അതിനുള്ള ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അത് നമുക്ക് കൂട്ടി അരിഞ്ഞു കൂട്ടി അങ്ങ് സാമ്പാർ എന്തുകൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഒരു മെസ്സേജ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ധ്യാനചിന്ത, ആരാധനയ്ക്ക് ഒരു ധ്യാനചിന്ത പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഒരു സൺഡേ സ്കൂള് ടെക്സ്റ്റ് ക്ലാസ് എടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ ബൈബിളിന്റെ മുമ്പാകെയും നമുക്ക് ലഭ്യമായിരിക്കുന്ന റിസോഴ്സിന് മുമ്പാകെ ഇരുന്നിട്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്ത് ദൈവവചനപ്രകാരം ഒന്ന് പഠിച്ച് അധ്വാനം ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വേണം ആ വിഷയം പകർന്നു കൊടുക്കുവാനായിട്ട്. ഒരു സൺഡേ സ്കൂള് പഠിപ്പിക്കുവാൻ അത്രയും ത്യാഗം ആവശ്യമുണ്ടെങ്കിൽ ഒരു സഭയെ പരിപാലിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ എത്രയധികം അധ്വാനം ഈ വചനത്തിൽ ചെയ്യണം. പല ശുശ്രൂഷന്മാരും ശനിയാഴ്ച വൈകിട്ടാണ് ബൈബിൾ തുറന്നു നോക്കി ഞായറാഴ്ച ശുശ്രൂഷയ്ക്കായിട്ട് സഭയിലേക്ക് വരുന്നു. പലയിടത്തും പ്രസംഗിച്ച വചനങ്ങൾ, ആ വാക്യങ്ങൾ തന്നെ, പ്രസംഗങ്ങൾ തന്നെ പിന്നെയും പ്രസംഗിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷ എഴുന്നേൽക്കുമ്പോഴേ വിശ്വാസികൾക്കറിയാം ഇന്ന് അച്ചായൻ ഇന്നതാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇന്നത്തെ സഭകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആർക്കും എന്നോട് പിണക്കം തോന്നുന്നു. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ആവർത്തിക്കുന്നത്, ഒരു മെസ്സേജ് ആവർത്തിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അതുപോലെ ആസ് ഇറ്റ് ഈസ്. എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയും, എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നൊരു ചിന്ത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ആ അച്ഛൻ ഇന്ന ഉദാഹരണം പറയാൻ പോകുന്നത്, ഇന്ന് ഇന്ന വാക്യമാണ് വായിക്കാൻ പോകുന്നത്, അടുത്ത വാക്യം ഇന്നത് കൃത്യമായിട്ട് നമുക്കറിയാം. ആ സെയിം മെസ്സേജാണ് താൻ വീണ്ടും പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനാണ് അത്യധ്വാനം വേണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അനേക ശ്രദ്ധേയമായ കാര്യങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷ രംഗം, ഇതൊക്കെ നമ്മൾ ഒരു ലഘു വിഷയമായിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എന്തായി തീരും? ആത്മീയ ജീവിതം ഒരു ചടങ്ങായി മാറിപ്പോകും. അപ്പൊ തിമോഥെയോസിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം. പൗലോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മുമ്പിൽ വന്നുകൊണ്ടാണ് പൗലോസ് ഈ വിഷയത്തിൽ ഒരു സൂചന കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ മടുപ്പിലേക്ക് പോകുന്ന അനുഭവം, ക്ഷീണത്തിലേക്ക് പോകുന്ന അവസ്ഥ, ശുശ്രൂഷ രംഗത്ത് മടുത്തു പോകുന്ന അവസ്ഥ, ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ മാനുഷിക നിലയിൽ ഉണ്ടാകും. അവിടെയാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി,
ഈ ശൂലത്തെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴാണ് ആ വിഷയം പറയുന്നത്. എന്താണ് ഈ ശൂലം? തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ പ്രതിബന്ധങ്ങൾ, അത് അസുഖമാകാം, എന്തുമാകട്ടെ, ആ പ്രതിബന്ധത്തെ തരണം ചെയ്യുവാനായിട്ട് താൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ സഭയിൽ ശുശ്രൂഷകരായിട്ട്, മൂപ്പന്മാരായിട്ട്, സുവിശേഷന്മാരായിട്ടും ഡീക്കന്മാരൊക്കെ ആയിട്ട്, അല്ലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ പുറകോട്ടടിക്കുന്ന പ്രതിബന്ധങ്ങൾ നമുക്കുണ്ടാകാം. അതിന് മധ്യത്തിൽ വീണ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അധ്വാനം ചെയ്യണം. വചനത്തെ യഥാവിധി പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ ജാഗ്രതയുള്ളവരായി തീരും. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി വിഷയങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തിമോഥെയോസിലൂടെ പൗലോസ് മുഖാന്തരം ദൈവാത്മാവ് തരുന്ന വിഷയം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ശുശ്രൂഷകളിൽ, അത് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി അത്യധ്വാനം, അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലത്തോടുകൂടി വിജയത്തിൽ, അല്ലെ കിരീടം പ്രാപിക്കുവാനായിട്ട്, അതിന്റെ ഏറ്റവും വിജയകരമായ അവസ്ഥയിൽ എത്തി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഈ വിഷയങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശോധന ചെയ്യുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കസ്റ്റഡിയിലുള്ളത്, അവർക്ക് ഈ ദൈവവചനത്തിന്റെയും ദൈവസഭയിലായിരിക്കുന്നതിന്റെയും മഹത്വം പറഞ്ഞു കൊടുത്ത്, ഇന്ന് പല കുഞ്ഞുങ്ങളും എന്താ, നമ്മുടെ സഭയൊക്കെ വിട്ട് അവർ ലോക മനുഷ്യരുമായിട്ട് അവരൊരു പ്രായപൂർത്തിയൊക്കെ കഴിയുമ്പോൾ അവിടുന്ന് വിവാഹം, ഇപ്പൊ നമ്മുടെ വിശ്വാസികളും അവിശ്വാസികൾക്ക് ഇഷ്ടംപോലെ വിവാഹങ്ങൾ നടക്കും. അതിന് കാരണം എന്താ? നമ്മൾ ഇതിന്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇത് ആരംഭിച്ച്, നമ്മുടെ സഭയിലെ വിശ്വാസികളെ ഇത് ആരംഭിച്ച് പറഞ്ഞു കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണം. ആ വിഷയത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വിഷയങ്ങളെ കൂടുതലായിട്ട് ചിന്തിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.